ഞങ്ങളെ പാപങ്ങൾ പൊറുക്കു റബ്ബേ. വ്യഭിചരിച്ചവരുണ്ട് റഹ്മാനെ, ഹറാമ് ചെയ്തവരുണ്ട് റഹ്മാനെ, ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ട് റബ്ബേ. ഇബ്ലീസ് ചതിച്ചതാ അല്ലാ, സാഹചര്യം ഞങ്ങളെ തെറ്റിലെത്തിച്ചതാ അല്ലാ. ഇനി നന്നാകണം പടച്ചവനെ, ഇനി ഞങ്ങൾക്ക് നന്നാകണം പടച്ചവനെ, ഇനി നിന്നെ പേടിച്ച് ജീവിക്കണം പടച്ചവനെ. ഇങ്ങനത്തെ അവസ്ഥയിൽ നിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് പേടിയാ അല്ലാ, മരിക്കാൻ ഞങ്ങൾക്ക് പേടിയാ അല്ലാ. ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല റബ്ബേ. അല്ലാഹുവേ റബ്ബേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ തമ്പുരാരെ. ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ചതുപോലെ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. ഇത് വെറുതെ പറയുന്നതല്ല അല്ലാ, ഇത് ഞങ്ങളുടെ തൗബയാ അല്ലാ, ഇത് ഞങ്ങളുടെ തൗബയാ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മണ്ണിനടിയിലാണ് റബ്ബേ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റബ്ബേ, അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റബ്ബേ. നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവരോട് നീ കരുണ കാണിക്കണേ അല്ലാ. അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നരകത്തിൻ്റെ തീ കൊണ്ട് നിറയ്ക്കല്ലേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. വീടിൻ്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. വേദന സഹിക്കാൻ കഴിയാതെ മക്കളെ വേദനിക്കുന്നടാ എന്ന് പറഞ്ഞ് വീടിൻ്റെ അകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മാനെയും ഉപ്പാനെയും നീ വേദനിപ്പിക്കല്ല റബ്ബേ. അവര് പട്ടിണി കിടന്നിട്ട് ഞങ്ങളെ വളർത്തിയവരാ അല്ലാ, ഒരുപാട് വേദന സഹിച്ചവരാ അല്ലാ. ഇനിയും നീ വേദനിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളിൽ പലരും രോഗികളാ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, കിഡ്നി തകർക്കല്ലേ അല്ലാ, ശരീരം തളർത്തല്ലേ അല്ലാ, കൈകാലുകൾ മുറിച്ചു മാറ്റല്ലേ അല്ലാ, ഞങ്ങളുടെ ശരീരം കീറി മുറിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരു മാരക രോഗവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ റബ്ബേ.